ഹായ് ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കഴിഞ്ഞ വ്ളോഗിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്, കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും. ഇപ്പോൾ ഇതാ പിറ്റേ ദിവസം രാവിലത്തെ കാഴ്ചകളാണ്. ഇപ്പോൾ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പറേഷൻ നടക്കുന്നുണ്ട്. പൂരി ചൂടോടെ പൊരിച്ചെടുക്കുന്നുണ്ട്, ബീഫ് കറി റെഡി ആയിട്ടുണ്ട്, പിന്നെ അതിൻ്റെ കൂടെ പത്തിരിയൊക്കെ ഓൾറെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ടേബിളിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ പത്തിരിയൊക്കെ ഉണ്ട്, പിന്നെ ഇതാ മുരിങ്ങയിലയും മുട്ടയൊക്കെ ഇട്ടിട്ടുള്ള ഒരു തേങ്ങ അരച്ച കറി, പിന്നെ ബീഫ് കറി, പൂരി, ഇതൊക്കെയാണ് ഇപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് നമ്മൾ വേറൊരു ഫിലിം കാണാതിരുന്നിട്ടുണ്ടായിരുന്നു, CBI 5. അങ്ങനെ അത് കണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ അത് അവിടെ ലഞ്ച് സെറ്റാവുന്നുണ്ട്. ഫിഷ് ഫ്രൈ ഒക്കെ ആണ്, പിന്നെ അതിൻ്റെ കൂടെ ചിക്കനും ഫ്രൈ ചെയ്യാൻ പോകുന്നുണ്ട്, പപ്പടം പൊരിക്കുന്നുണ്ട്, തക്കാളി ചോറാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത്. അങ്ങനെ ഈവനിങ് ഒക്കെ ആയപ്പോൾ ഞങ്ങൾ മുകളിൽ ടെറസിൽ കയറി ഇങ്ങനെ മാങ്ങ ഒക്കെ പറിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ റംബൂട്ടാനാണ്. ഇപ്പോൾ കാറ്റടിക്കുമ്പോൾ റംബൂട്ടാനൊക്കെ പച്ച തന്നെ വീണ് പോവാണ്. അങ്ങനെ കുറച്ച് മാങ്ങയൊക്കെ പറിച്ചു, നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളതും ഒക്കെ പറിക്കാൻ പറ്റുന്നതൊക്കെ കുറച്ചൊക്കെ പറിച്ചു. അപ്പോൾ ഇതാ കയ്യെത്തുന്ന ദൂരത്തിൽ തന്നെ കുറേ മാങ്ങയൊക്കെ ഉണ്ട്, അടിപൊളി മാങ്ങയാണ് കേട്ടോ അത്. അങ്ങനെ മാങ്ങയൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ അടുത്ത് തന്നെയുള്ള കാരശ്ശേരിയുടെ അടുത്താണെന്നാണ് എൻ്റെ ഓർമ്മ. യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസൊക്കെ വന്നിട്ടുണ്ട്, ആ ഒരു വെറൈറ്റി ആയിട്ടുള്ള മാവുകൾ. അപ്പോൾ അവരുടെ വീട്ടിൽ തന്നെ ഒരു മാവിൽ തന്നെ പല മാംഗോസ് ചെയ്തെടുത്ത് അങ്ങനെ എന്തോ ആണ്. അപ്പോൾ അതിൻ്റെ അവിടെ ഒരു നഴ്സറി പോലെ കുറേ വെറൈറ്റീസ് ഉണ്ട്. പിന്നെ മാവ് മാത്രമല്ല, പ്ലാവ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടേക്കാണ് പോകുന്നത്.
അപ്പോൾ നിങ്ങൾ കണ്ട പോലെ ഒരുപാട് ഏരിയ ഉണ്ട് ഇവരുടെ ഈ ഒരു ഫാം എന്ന് പറയുന്നത്. പൊയിലിൽ അഗ്രോ ഫാം എന്നാണ് പേര്. അവരുടെ വീട്ടിൽ കൂടെയും അല്ലാതെ വേറെയും ഫാമിലേക്ക് നേരെയായിട്ടുള്ള വഴിയുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. മാവുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ പ്ലാവ് ഉണ്ട്, അങ്ങനെ കുറേ എന്തൊക്കെയോ ഉണ്ട് വെറൈറ്റീസ്. അപ്പോൾ നമ്മൾ മാവ് മേടിക്കാൻ വേണ്ടിയിട്ടാണ് കാര്യമായിട്ട് വന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ അവരുടെ വീടിൻ്റെ മുന്നിലുള്ള ഈ മാവാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള നമ്മൾ ഒരു 2-3 വാങ്ങിയിട്ടുണ്ട്. പിന്നെ വളമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ 20-ൽ പരം മാങ്ങകളാണ് ഉള്ളതെന്നാണ് പറഞ്ഞത്. 50-ൽ പരം പിടിപ്പിച്ചിട്ട് 20ഓളം ടൈപ്പ് അതിൽ ഉണ്ടായി എന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ അവിടുന്ന് തിരിച്ച് പോരുകയാണ്. അപ്പോൾ നമ്മുടെ കൂടെ ഹസ്ബൻഡ് സിസ്റ്ററും മോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഇവിടെ പോകാമെന്നുള്ളതിൽ അവർ വന്നതാണ്. പിന്നെ നമുക്ക് അവിടെ ഇതേപോലെ യൂട്യൂബിലൊക്കെ കുറച്ച് മുന്നേ വന്നതാണ് ഫേമസ് ആയിട്ടുള്ള ഒരു ചായ കിട്ടുന്ന സ്പോട്ട്. അപ്പോൾ അവിടേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. HFC എന്നാണ് അതിൻ്റെ പേര്. അവിടെ കുറേ വെറൈറ്റി ഓഫ് സ്നാക്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പോയ ടൈമിൽ കുറച്ച് സ്നാക്സൊക്കെ എത്തിയിട്ടുണ്ട്. ഓരോന്നിങ്ങനെ അവർ കൊണ്ടുവന്ന് വെക്കുക ചെയ്യുക. ഓരോ സ്ഥലത്തു നിന്നൊക്കെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരുന്നതാണ്. വീടുകളിലാണെന്ന് തോന്നുന്നു ഉണ്ടാക്കി കൊണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങൾ പോയ ടൈമിലുണ്ടായിരുന്ന 2-3 സ്നാക്സ് ട്രൈ ചെയ്തു. അപ്പോൾ ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ പേര് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ബീഫ് വെച്ചിട്ടുള്ള ബീഫിൻ്റെ ഫില്ലിംഗ് ആണ്. ചിക്കൻ്റെ ഫില്ലിങ്ങും ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ ഇത് എല്ലാവരും ഓരോന്ന് കഴിച്ചു. അങ്ങനെ അതിൻ്റെ കൂടെ ചായയും വന്നിട്ടുണ്ട്. അടിപൊളിയായിരുന്നു ചായ, സൂപ്പറായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ എന്താ പറയുക കുറേ ആയിട്ട് ഇവിടെ വരണമെന്ന് വിചാരിക്കുന്നതാണ്. പക്ഷേ ദൂരത്താണ്, അങ്ങനെ നമുക്ക് വിചാരിച്ച പോലെ എത്തിപ്പെടാൻ പറ്റില്ലല്ലോ. അപ്പോൾ എത്രയോ നാൾ കൂടിയിട്ടാണ് നമ്മൾ ഇവിടേക്ക് ഈ സ്പോട്ടിലേക്കൊന്ന് എത്തിപ്പെട്ടത്. അങ്ങനെ പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞ് ആർക്കും വലിയ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു പാസ്തയും സാൻഡ്വിച്ചും വാങ്ങി എല്ലാവരും കൂടെ ഷെയർ ചെയ്ത് കഴിച്ചു. പാസ്ത വാസ് നോർമൽ, കുഴപ്പമില്ല എന്ന് പറയാൻ പറ്റുള്ളൂ. പിന്നെ സാൻഡ്വിച്ച് അടിപൊളിയായിരുന്നു. പിന്നെ അതാ ചായ 3 വലിയ ചെമ്പിൽ ഉണ്ടാക്കുന്നുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെ അതൊരു വീഡിയോ എടുത്തു. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തോട്ടെ എന്ന് വെച്ചപ്പോൾ ആളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇളക്കിയിട്ടൊക്കെ ഒന്ന് കാണിച്ചു തരാണ്. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ ഇനിയിപ്പോൾ സിസ്റ്ററിനെയും മോളെയും അവരുടെ വീട്ടിലിറക്കിയിട്ട് തിരിച്ച് പോരാമെന്നായിരുന്നു പ്ലാനിങ്. പക്ഷെ പിന്നെ നമ്മൾ സംസാരിച്ചപ്പോൾ അന്നും കൂടെ അവിടെ നിൽക്കാമെന്നവർ നിർബന്ധിച്ച് അങ്ങനെ ഓക്കെ. അപ്പോൾ വീട്ടിൽ നിന്നൊക്കെ എല്ലാവരോടും പോകാമെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയതാണ്. തിരിച്ച് വീണ്ടും അങ്ങോട്ടേക്ക് തന്നെ പോവുകയാണ് നമ്മൾ. അങ്ങനെ എനിക്കിഷ്ടമാണ് ഇവിടെ നിൽക്കാൻ. നല്ല എന്താ പറയുക, നമ്മൾ കുറേ സംസാരിച്ചൊക്കെ ഇരിക്കും. പക്ഷേ ഇത്തവണ എനിക്ക് തോന്നുന്നു സംസാരത്തേക്കാൾ കൂടുതൽ ഫിലിം കണ്ടതാണ് നമ്മൾ ചെയ്തത്. 3 വട്ടം സിനിമ കണ്ടു പോയിട്ട്. ഒന്നാമത് മഴയും ഇതൊക്കെയാണ്. അപ്പോൾ ഉള്ളിൽ തന്നെ നമ്മളിങ്ങനെ പുറത്തേക്കൊന്നും ഇറങ്ങില്ലല്ലോ. അങ്ങനെ ഇവിടെ മീൻകറിയൊക്കെ ഉണ്ടാക്കുകയാണ് രാത്രിയിലേക്ക് വേണ്ടിയിട്ട്. പിന്നെ ചപ്പാത്തിക്കും കുഴയ്ക്കുന്നുണ്ട്. പിന്നെ ഓൾറെഡി പത്തിരിയൊക്കെ ഉണ്ട്. അങ്ങനെ അതൊക്കെയാണ് ഡിന്നറിന് വേണ്ടി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ മീൻകറിയുടെ റെസിപ്പി ഒന്ന് കാണാം. ഞാൻ ഉണ്ടാക്കുന്ന പോലെയല്ല, വേറൊരു രീതിയിലാണ്. അപ്പോൾ ഇതാ സവാളൊക്കെ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് പിന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എനിക്കൊന്ന് കാശ്മീരി മുളകാണ്, അത്യാവശ്യം നല്ല രീതിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, പൊടികളൊക്കെയാണ്, അതൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് തക്കാളിയും ചെറിയ ഉള്ളിയൊക്കെ ചെറിയ മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുത്തിട്ട് ഒഴിച്ച് കൊടുക്കുന്നതാണ്. ഞാനൊക്കെ തക്കാളി വഴറ്റിയിട്ടാണ് ഉണ്ടാക്കാറ്. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ചട്ടിയല്ല കേട്ടോ, ഇത് കാണുമ്പോൾ നമ്മുടെ കറുത്ത ചട്ടി പോലെ ഉണ്ട്. പക്ഷേ ചട്ടിയല്ല, നമ്മുടെ ഇരുമ്പിൻ്റെ ഇല്ലേ, ഇരുമ്പിൻ്റെ തന്നെയല്ല പറയാം, ആ ഒരു ഇതാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ ഷേപ്പ് കാണാൻ. അങ്ങനെ ആവശ്യമുള്ള വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് മീനിട്ടിട്ട് ഉപ്പും ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അങ്ങനെ മീൻകറി ഇവിടെ സെറ്റാവുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടി വെച്ച മാങ്ങ ഉണ്ടല്ലോ, അതൊക്കെ എടുത്തൊന്ന് തുടച്ച് വെക്കുകയാണ് തുണി കൊണ്ട്. അങ്ങനെ വെക്കുന്ന സമയത്ത് അങ്ങനെ വെച്ചാൽ കേട് വരില്ല എന്ന് പറഞ്ഞിട്ട്, ഇനിയിപ്പോൾ നമ്മൾ വീട്ടിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ജസ്റ്റ് ഇങ്ങനെ നിരത്തി വെച്ചാൽ മതിയല്ലോ പേപ്പറിൽ, ഇവിടുന്ന് തുടച്ച് കഴിഞ്ഞാൽ. അങ്ങനെ എല്ലാം തുടച്ച് വെക്കുകയാണ്.